ഇന്നത്തെ എപ്പിസോഡിൽ മനുഷ്യൻ്റെ മസ്തിഷ്കങ്ങൾക്ക് പോലും സങ്കല്പിക്കാൻ കഴിയാത്തത്ര വലിയൊരു കണ്ടുപിടുത്തത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതെ, ഗാലക്സികളുടെ കൂട്ടങ്ങളേക്കാൾ വലുതും നമ്മുടെ സ്വന്തം ഗാലക്സി ആയിട്ടുള്ള മിൽക്കി വേയെ പരിഗണിക്കുമ്പോൾ അത് വെറും ഒരു പൊടിപടലം പോലെ ചെറുതാകുന്നതുമായ ഒന്നിനെക്കുറിച്ച്. ഈ ഒരു പുതിയ കണ്ടെത്തൽ ഒരുതരം സൂപ്പർ സ്ട്രക്ചറിനെ കുറിച്ച് സംസാരിക്കുന്നതാണ്. ഗുരുത്വാകർഷണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന നിരവധി ഗാലക്സികളുടെയും ഗാലക്സി കൂട്ടങ്ങളുടെയും ഒരു ഗ്രൂപ്പ്. ശാസ്ത്രജ്ഞർ ഇതിനെ ക്യുപ്പോ എന്ന് വിളിക്കുന്നു. ഈ ഒരു വീഡിയോ അവസാനിക്കുമ്പോൾ ഈ ഒരു ഘടന എന്താണെന്നും അതെന്തുകൊണ്ട് പ്രധാനമാണെന്നും ജ്യോതിശാസ്ത്രത്തിലെയും കോസ്മോളജിയിലെയും വലിയ രഹസ്യങ്ങൾ ഇതെങ്ങനെ പരിഹരിക്കാൻ സഹായിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? എന്താണ് ഒരു സൂപ്പർ സ്ട്രക്ചർ? ക്യുപ്പോയെക്കുറിച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കുന്നതിന് മുമ്പ് പ്രപഞ്ചത്തിലെ സൂപ്പർ സ്ട്രക്ചറുകളെക്കുറിച്ച് നമ്മൾ അറിയണം. ശാസ്ത്രജ്ഞർ ഗാലക്സി കൂട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഗുരുത്വാകർഷണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന വലിയ ഗാലക്സികളുടെ കൂട്ടത്തെക്കുറിച്ചാണ് അവർ അർത്ഥമാക്കുന്നത്. ഒരു കൂട്ടം തേനീച്ചകൾ ഒരു തേനീച്ച കൂട്ടിന് ചുറ്റും കറങ്ങുന്നത് പോലെ സങ്കല്പിക്കുക. പക്ഷേ ഈ തേനീച്ചകൾക്ക് പകരം ഗാലക്സികളും തേനീച്ചക്കൂട്ടിന് പകരം അവയെ ഒരുമിച്ച് നിർത്തുന്ന ഗുരുത്വാകർഷണവുമാണെന്ന് മാത്രം. എന്നാൽ സൂപ്പർ സ്ട്രക്ചറുകൾ ഇതിലും വലുതാണ്. അതിൽ ഒരു ഗാലക്സി മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ഗാലക്സി കൂട്ടം മാത്രമല്ല, നിരവധി കൂട്ടങ്ങൾ ഒരുമിച്ചുണ്ടായിരിക്കും. ചില സമയങ്ങളിൽ ഈ ഭീമാകാരന്മാരായിട്ടുള്ള കൂട്ടങ്ങൾ നൂറുകണക്കിന് ദശലക്ഷം പ്രകാശവർഷം നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഗാലക്സികളുടെ കോസ്മിക് ഹൈവേകൾ പോലെ കാണപ്പെടുന്ന ഫിലമെൻറ്റുകളുടെ ഭാഗമായി കാണപ്പെടാം. അവ അതിലും വലുതും വളരെ ഡെൻസ് ആയിട്ടുള്ളതുമായ മേഖലകളുമായി കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നിരിക്കണം. ഇതിനെ നമ്മൾ സൂപ്പർ ക്ലസ്റ്ററുകൾ എന്ന് വിളിക്കുന്നു. ഈ സൂപ്പർ ക്ലസ്റ്ററുകൾ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന, വളരെ ദൂരെ നിന്ന് നോക്കിയാൽ ഒരു ചരടിലെ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന ഒരു വലയായിട്ടാണ്, അല്ലെങ്കിൽ ഒരു വെബായിട്ടാണ് നിലനിൽക്കുന്നത്. സത്യത്തിൽ ഇത്തരം സൂപ്പർ സ്ട്രക്ചറുകളെക്കുറിച്ച് നമ്മൾ പഠിക്കാനായിട്ട് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് നമ്മൾ ഈ ഒരു ഭൂമിയിൽ ഇരുന്നു കൊണ്ട് കമ്പ്യൂട്ടറുകളുടെയും ഗണിത സമവാക്യങ്ങളുടെയും സഹായത്തോടു കൂടിയാണ്. നമ്മൾ 5ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഐഡൻറ്റിറ്റി പ്രധാനമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മുടെ വാർഡ്, പഞ്ചായത്ത്, ജില്ല, സംസ്ഥാനം, രാജ്യം എന്നൊക്കെയാണ്. ഇതേ രീതിയിലാണ് ഗാലക്സികൾ നമ്മൾ കണക്കാക്കിയാൽ വരുന്നത്. ഗാലക്സി ഒരു വീടായിട്ട് സങ്കല്പിച്ചാൽ ഗാലക്സി കൂട്ടങ്ങൾ അയൽപ്പക്കങ്ങൾ പോലെയോ വാർഡ് പോലെയോ ഒക്കെയും, സൂപ്പർ ക്ലസ്റ്ററുകൾ വലിയ പഞ്ചായത്തുകൾ പോലെയും, സൂപ്പർ സ്ട്രക്ചറുകൾ നമ്മുടെ കോസ്മിക് മാപ്പിൽ വ്യാപിച്ച് കിടക്കുന്ന ഭൂഖണ്ഡങ്ങൾ പോലെയും ഒക്കെ നമുക്കിങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ കഴിയും. സൂപ്പർ സ്ട്രക്ചറുകൾ എത്ര വലുതും അതിശയിപ്പിക്കുന്നതുമാണ് എന്ന് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ലെനൈക്ക എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്ട്രക്ചറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ പല വീഡിയോയിലും മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 2014 കണ്ടുപിടിച്ച നമ്മുടെ സ്വന്തം ഗാലക്സി അടങ്ങിയ ഒരു സൂപ്പർ ക്ലസ്റ്ററാണിത്. നമ്മൾ ദൂരെ നിന്ന് പ്രപഞ്ചത്തെ നോക്കിയാൽ നമ്മുടെ ഗാലക്സി ആയിട്ടുള്ള മിൽക്കി വേ ഗാലക്സി ഒരു വലിയ പ്രദേശത്തിൻ്റെ അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് കാണാം. കൂടാതെ ലെനൈക്കയിൽ ഏകദേശം 1,00,000-ലധികം ഗാലക്സികളുമുണ്ട്. ലെനൈക്ക ഏകദേശം 500 ദശലക്ഷം പ്രകാശവർഷം വലുതാണ്. ഒരു പ്രകാശവർഷം ഏകദേശം 10 ട്രില്യൺ കിലോമീറ്റർ ആണെങ്കിൽ 500 ദശലക്ഷം പ്രകാശവർഷം എന്നത് ചിന്തിക്കാൻ കഴിയാത്തത്ര വലിയ ദൂരമാണ്. ഏകദേശം 10 ട്രില്യൺ കിലോമീറ്റർ നീളമുള്ള ഒരു ചരട് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. അതിനെ 500 ദശലക്ഷം കൊണ്ട് ഗുണിക്കുക. അതാണ് ലെനൈക്കയുടെ വലിപ്പം. ഞെട്ടിയല്ലേ? നമ്മൾ എത്ര നിസ്സാരരാണ്! അതുപോലും നമ്മുടെ മനസ്സിൽ പൂർണ്ണമായി സങ്കല്പിക്കാൻ പ്രയാസമാണ്. എന്നാൽ ലെനൈക്ക എത്ര വലുതാണെങ്കിലും നമ്മുടെ കഥ അവിടെ അവസാനിക്കുന്നില്ല. ലെനൈക്കയെ പോലും ഷെയ്പ്ലേ സൂപ്പർ സ്ട്രക്ചർ, അല്ലെങ്കിൽ ഷെയ്പ്ലി കോൺസെൻട്രേഷൻ എന്നറിയപ്പെടുന്ന അതിലും വലിയ ഒന്നിലേക്ക് ബന്ധിക്കപ്പെട്ടിരിക്കുന്നുണ്ട് എന്ന് ശാസ്ത്രജ്ഞർ പിന്നീട് മനസ്സിലാക്കി. ഷെയ്പ്ലി കോൺസെൻട്രേഷൻ എന്നത് ഗാലക്സികളുടെ പല കൂട്ടങ്ങളും ചേർന്ന വലിയ പ്രദേശമാണ്. ഈ കൂട്ടങ്ങളുടെ എല്ലാം നടുവിൽ ഗാലക്സികളെ അതിൻ്റെ അടുത്തേക്ക് വലിക്കുന്നതായി തോന്നുന്ന ഒരു നിഗൂഢ സ്ഥലമുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രേറ്റ് അട്രാക്ടർ. ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചിരുന്നു. ഈ ഒരു പ്രദേശം സത്യത്തിൽ നമ്മുടെ മിൽക്കി വേ ഉൾപ്പെടെയുള്ള പല ഗാലക്സികളെയും ഒരേ ദിശയിലേക്ക് ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഗവേഷകർ കണ്ടെത്തി. പ്രപഞ്ചം വികസിക്കുകയാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ശാസ്ത്രജ്ഞർ ഈ വികാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചില സംഖ്യകളെ, ഒരു കോസ്മോളജിക്കൽ കോൺസ്റ്റൻറ്റുകളെ കുറിച്ച് പറയാറുണ്ട്. പ്രപഞ്ചം എത്ര വേഗത്തിൽ വികസിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കോൺസ്റ്റൻ്റാണ് ഹബിൾ കോൺസ്റ്റൻറ്റ്. മറ്റൊന്നെന്ന് പറയുന്നത് എസൈറ്റ് കോൺസ്റ്റൻ്റ് ആണ്. ഞാനത് മറ്റൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ഒരു സ്ഥലത്ത് എങ്ങനെ ദ്രവ്യം വ്യാപിച്ചു കിടക്കുന്നു എന്ന് വിവരിക്കുന്ന ഒന്നാണ്. എന്നാൽ ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്. ശാസ്ത്രജ്ഞർ ഈ കോൺസ്റ്റൻറ്റുകൾ അളക്കാൻ വ്യത്യസ്തമായിട്ടുള്ള വഴികൾ തേടി വരുമ്പോൾ ചില സമയങ്ങളിൽ മാത്രം ഈ വ്യത്യസ്ത മാർഗങ്ങളിൽ വ്യത്യസ്ത സംഖ്യകൾ ലഭിക്കുന്നു. ഇതിനെ ഹബിൾ ടെൻഷൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ എസൈറ്റ് ടെൻഷൻ എന്ന് വിളിക്കുന്നു. നിങ്ങളുടെ മേശ അളക്കാനായിട്ട് 2 സ്കെയിലുകൾ തരുമ്പോൾ 2 സ്കെയിലിലും 1 സെൻറ്റിമീറ്റർ ഡിഫറൻ്റ് ആയിട്ടുള്ള മെഷർമെൻ്റ് ആണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഒരേ മേശ അളക്കാൻ 2 സ്കെയിൽ ഉപയോഗിക്കുമ്പോൾ ഒരു സ്കെയിൽ പറയുന്നു 1 മീറ്റർ, അടുത്ത സ്കെയിൽ പറയുന്നു
1.2 മീറ്റർ. അത് ശരിയാവും? ഇല്ല. ഇത് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒന്നാണല്ലോ, അല്ലേ? എന്തുകൊണ്ടാണ് ഈ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്? ഈ വലിയ സൂപ്പർ സ്ട്രക്ചറുകളിൽ ദ്രവ്യം ക്രമീകരിച്ചിരിക്കുന്ന രീതി നമ്മുടെ അളവുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടാകാം എന്ന് ചില ഗവേഷകർ പറയുന്നു. നക്ഷത്രങ്ങളിൽ നിന്നും ഗാലക്സികളിൽ നിന്നും വരുന്ന പ്രകാശം വരുന്ന വഴിയിൽ പല ദ്രവ്യക്കൂട്ടങ്ങളുമായി കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ പല പദാർത്ഥങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ദൂരങ്ങളെയും വേഗതകളെയും അളക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ വലിയ വലിയ സൂപ്പർ സ്ട്രക്ചറുകൾ മാപ്പ് ചെയ്ത് ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാനുള്ള തിരക്കിലാണ് പല ഗവേഷകരും. അടുത്തിടെ ഹാൻസ് ബോഹ്റിങ്കൽ നേതൃത്വം നൽകിയ ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ എക്സ്റേ നിരീക്ഷണ സർവേകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രപഞ്ചത്തിൽ വലിയൊരു വസ്തുവിനെ കണ്ടെത്തി. അവർ അതിനെ ക്യുപ്പോ എന്ന് വിളിച്ചു. അതായത് നമ്മുടെ വിഷയം. ഈ ഘടനയിൽ ഗുരുത്വാകർഷണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന നിരവധി ഗാലക്സി കൂട്ടങ്ങൾ അടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര വലുതാണെന്ന് മാത്രമല്ല, ഇതിനെക്കുറിച്ചുള്ള ചില അതിശയിപ്പിക്കുന്ന വസ്തുതകളും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ക്യുപ്പോ എന്ന് പറയുന്ന സൂപ്പർ സ്ട്രക്ചറിന് ഏകദേശം 130 കോടി പ്രകാശവർഷം വ്യാസമുണ്ട്. ഇതിൽ ഏകദേശം 200 ക്വാഡ്രില്യൺ സൂര്യന് സമാനമായ മാസ് അടങ്ങിയിരിക്കും. ജ്യോതിശാസ്ത്രജ്ഞർ മാസ് അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് സൂര്യൻ്റെ മാസുമായി താരതമ്യപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സൗരപിണ്ഡം അല്ലെങ്കിൽ ഒരു സോളാർ മാസ് എന്ന് പറയുന്നത് എത്രയാണോ അതിനേക്കാൾ 200 ക്വാഡ്രില്യൺ മടങ്ങ് കൂടുതലാണ് ഈ ഒരു സ്ട്രക്ചറിൻ്റെ ആകെ മാസ്. ഇത് ലെനൈക്ക പോലെയുള്ള മറ്റ് വലിയ ഘടനകളെ വലിപ്പത്തിലും ഭാരത്തിലും മറികടക്കുന്നുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ട് എങ്കിൽ ലെനൈക്ക ഏകദേശം 500 ദശലക്ഷം പ്രകാശവർഷം വ്യാസമുള്ളതായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. എന്നാൽ ക്യുപ്പോ എന്ന് പറയുന്നത് 1.3 ബില്യൺ അല്ലെങ്കിൽ 130 കോടി പ്രകാശവർഷം വ്യാസമുള്ളതാണ്. അത് ലെനൈക്കയുടെ ഏകദേശം 2 ഇരട്ടിയിലധികം വലിപ്പമുണ്ട് എന്നർത്ഥം. കൂടാതെ ഇതിന് ലെനൈക്കയേക്കാൾ ഇരട്ടിയിലധികം അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാസുമുണ്ട്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ 2-3 ലെനൈക്കകളെ ക്യുപ്പോയ്ക്കുള്ളിൽ ഉൾക്കൊള്ളിച്ച് വയ്ക്കാൻ സാധിക്കും എന്നർത്ഥം. ക്യുപ്പോ എന്ന വാക്കിന് എന്താണ് അർത്ഥമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. ശാസ്ത്രജ്ഞർ ഈ ഒരു വാക്ക് ഇൻക സിവിലൈസേഷനിൽ നിന്ന് കടമെടുത്തതാണ്. ഇൻകക്കാർ വിവരങ്ങൾ രേഖപ്പെടുത്താൻ ക്യുപ്പു അല്ലെങ്കിൽ ചിലപ്പോൾ ഖിപ്പു എന്നും പല രീതിയിൽ ഉച്ചരിക്കുകയും ചെയ്യാറുണ്ട്. ഈ ഒരു രീതിയിൽ വിളിക്കുന്ന ഒരു ഉപകരണം ഉപയോഗിച്ചിരുന്നു. ക്യുപ്പു ഉണ്ടാക്കിയിരിക്കുന്നത് കെട്ടുകളുള്ള നൂലുകൾ കൊണ്ടായിരുന്നു. ഓരോ കെട്ടും ഒരു സംഖ്യയുടെ ഡാറ്റയെ പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ പേനയും കടലാസും ഇല്ലാതെ വിവരങ്ങൾ രേഖപ്പെടുത്താനും എണ്ണാനും ഉപയോഗിച്ചിരുന്നൊരു സംവിധാനമാണിത്. കമ്പിൽ മറ്റും കയറും മറ്റും കെട്ടിയിട്ടിട്ട് അത് ഈ കറക്കി കെട്ടി ഓരോ കെട്ടാക്കി ഇട്ടിട്ട് എണ്ണം കണക്കാക്കും. പല സ്ഥലത്തും മാപ്പ് ചെയ്യുമ്പോൾ ഗാലക്സികളുടെ വലിയ കൂട്ടങ്ങൾ കെട്ടുകളുള്ള ഒരു ചരട് പോലെ കാണപ്പെടുന്നത് കൊണ്ടാണ് ഗവേഷകർ ഈ ഒരു സൂപ്പർ സ്ട്രക്ചറിന് ക്യുപ്പോ എന്ന പേരിട്ടത്. ദൂരെ നിന്ന് നോക്കിയാൽ ആരോ ഒരു അദൃശ്യമായ കോസ്മിക് ചരടിൽ വലിയ കെട്ടുകൾ ഇട്ടിരിക്കുന്നത് പോലെ തോന്നും എന്നർത്ഥം. ഇതൊരു നല്ല പേരല്ലേ? കൂടാതെ ഗാലക്സി കൂട്ടങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ഫിലമെൻറ്റ് അല്ലെങ്കിൽ ചരട് പോലെയുള്ള രൂപത്തെക്കുറിച്ചും ഇത് നമുക്കൊരു ധാരണ തരുന്നു. ക്യുപ്പോയെ നോക്കുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? ജ്യോതിശാസ്ത്രജ്ഞർ ഈ ഭീമാകാരനായ ഘടനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ കൂട്ടങ്ങൾ എവിടെയാണെന്ന് കാണിക്കാൻ വേണ്ടി അവയെ പല നിറത്തിൽ അടയാളപ്പെടുത്താറുണ്ട്. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓരോ കുത്തും, പ്രത്യേകിച്ച് ചില വർണ്ണാഭമായ മാപ്പുകളിൽ കാണുന്ന ചുവന്ന കുത്തുകൾ ഓരോ ഗാലക്സി കൂട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഒരു ഗാലക്സി കൂട്ടത്തിൽ 100 കണക്കിന് അല്ലെങ്കിൽ 1000 ഗാലക്സികൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഒരു സയൻറ്റിഫിക് മാപ്പിലെ ഓരോ കുത്തും ഗാലക്സികളുടെ ഒരു വലിയ കൂട്ടത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഗവേഷകർ സാധാരണ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ചായിരുന്നില്ല ഈ കൂട്ടത്തെ കണ്ടെത്തിയത്. പകരം അവർ എക്സ്റേ നിരീക്ഷണങ്ങളാണ് ഉപയോഗിച്ചത്. എന്തുകൊണ്ട്? എക്സ്റേ എന്ന് പറയുന്നത് ഗാലക്സികൾക്കിടയിൽ വളരെയധികം സ്വാധീനമുള്ള, അവിടെ നിന്ന് പുറത്തു വരാൻ സാധ്യതയുള്ള ഒരു എനർജി ആണ്, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവാണ്. വളരെ ചൂടുള്ള വാതകങ്ങളാണ് ഗാലക്സികൾക്കിടയിലുള്ളത്. വളരെ ചൂടുള്ള വാതകങ്ങൾ എന്ന് പറയുമ്പോൾ അവയിൽ നിന്ന് ദശലക്ഷക്കണക്കിന് ഡിഗ്രി താപനില വരെ മെഷർ ചെയ്യാൻ സാധിക്കും. അത് പ്രകാശത്തിൻ്റെ എക്സ്റേ ഭാഗത്ത് നിന്നാണ് തിളങ്ങുന്നത്. നമ്മുടെ കണ്ണുകൾക്ക് എക്സ്റേ കാണാനേ കഴിയില്ല. എക്സ്റേ കണ്ണിൽ വീണാൽ തന്നെ കണ്ണ് അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ പ്രത്യേക ബഹിരാകാശ ദൂരദർശിനികൾ അല്ലെങ്കിൽ ടെലസ്കോപ്പുകൾക്ക് ഇത് സാധിക്കും. ഒരടുപ്പ് കത്തുമ്പോൾ അത് ചുവപ്പ് നിറത്തിൽ കാണുന്നത് പോലെയായി നമുക്കിതിനെ വേണമെങ്കിൽ സങ്കല്പിക്കാം. പക്ഷേ ഗാലക്സി കൂട്ടങ്ങളിലെ ചൂടുള്ള വാതകങ്ങൾ എക്സ്റേയിൽ തിളങ്ങാറുണ്ട്. ഈ വാതകങ്ങൾ തിളങ്ങുമ്പോൾ അത് എവിടെയാണെന്ന് ശാസ്ത്രജ്ഞർക്ക് മനസ്സിലാകും. ഈ എക്സ്റേ സിഗ്നലുകളെ മാപ്പ് ചെയ്യുന്നതിലൂടെ അവർക്ക് ഗാലക്സികളുടെ ഏറ്റവും വലിയ കൂട്ടങ്ങൾ എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടെത്താം. അങ്ങനെ അവർ ക്ലാസിക്സ് അഥവാ കോസ്മിക് ലാർജ് സ്കെയിൽ സ്ട്രക്ചർ ഇൻ എക്സ്റേസ് എന്ന് വിളിക്കുന്ന ഒരു സർവേ നടത്തിയപ്പോൾ ചില സ്ഥലങ്ങളിൽ ധാരാളം എക്സ്റേ സോഴ്സുകൾ കാണാൻ കഴിഞ്ഞു. ഇതവിടെ ധാരാളം ചൂടുള്ള വാതകങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി തന്നു. അങ്ങനെ ക്യുപ്പോ ഉൾപ്പെടെയുള്ള വലിയ ഘടനകളെ കണ്ടെത്താൻ ഇതവരെ സഹായിച്ചു. ശരി, ക്യുപ്പോ വലുതും രസകരവുമാണ്. പക്ഷേ അതിൽ ശാസ്ത്രജ്ഞർക്ക് ഇത്രയധികം താല്പര്യമുണ്ടാകാൻ എന്താണ് കാരണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അതിന് പല കാരണങ്ങളുണ്ട്. കോസ്മോളജിക്കലായിട്ട് നമ്മൾ നോക്കിയാൽ ക്യുപ്പോ പോലെയുള്ള വലിയ ഘടനകളുടെ കണ്ടെത്തലുകൾ പ്രപഞ്ചത്തിലെ ദ്രവ്യം എങ്ങനെ വ്യാപിച്ചു കിടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും.
ഗാലക്സികൾ എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ പ്രപഞ്ചം എങ്ങനെ രൂപപ്പെട്ടു എന്നും അതെങ്ങനെ വികസിക്കുന്നു എന്നും നമുക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും. ഹബിൾ ടെൻഷൻ എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ, അതായത് ദൂരെയുള്ള ഗാലക്സികളിൽ നിന്ന് നമ്മുടെ ദൂരദർശിനിയിലേക്ക് എത്തുന്ന പ്രകാശം ഈ ദ്രവ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വ്യതിയാനം, അത് ഗുരുത്വാകർഷണത്തിൻ്റെ ലെൻസിങ്ങും മറ്റും വഴി ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ക്യുപ്പോയെക്കുറിച്ച് പഠിക്കുന്നതിലൂടെ പ്രപഞ്ചത്തിൻ്റെ വികാസ നിരക്കിനെ സ്വാധീനിക്കുന്ന ഘടനകൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്താൻ കഴിയും. വ്യത്യസ്ത പഠനങ്ങളിൽ ഹബിൾ കോൺസ്റ്റൻറ്റ് വ്യത്യസ്ത മൂല്യങ്ങൾ ലഭിക്കുന്നതിൻ്റെ കാരണം വിശദീകരിച്ച സ്റ്റേബിളായിട്ട് യൂണിവേഴ്സിൻ്റെ എക്സ്പാൻഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. ഈ വലിയ സൂപ്പർ സ്ട്രക്ചറുകൾ പോലും തകർന്നു പോകാനോ അല്ലെങ്കിൽ കൂട്ടങ്ങളായി പിരിഞ്ഞു പോകാനുള്ള സാധ്യതയാണ് ഭാവിയിൽ കാണുന്നത്. ക്യുപ്പോ നമ്മളിപ്പോൾ പഠിക്കുന്നതിലൂടെ ഈ വലിയ വെബ് പോലെയുള്ള അല്ലെങ്കിൽ വല പോലെയുള്ള ഘടനകൾ അവയുടെ ജീവിതകാലത്ത് എങ്ങനെ പെരുമാറുന്നു എന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഗാലക്സികൾ എങ്ങനെ രൂപപ്പെട്ടു എന്നും പ്രപഞ്ചം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുമുള്ള വലിയ ചോദ്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഗവേഷകർക്ക് ക്യുപ്പോ ഒരു ലബോറട്ടറി തന്നെയാണ്. ഇതുവരെ മാപ്പ് ചെയ്തതിൽ ഏറ്റവും വലിയ രൂപമാണ് ക്യുപ്പോ, അല്ലെങ്കിൽ ഏറ്റവും ഭാരമേറിയ സൂപ്പർ സ്ട്രക്ചറാണ്. അതുമല്ലെങ്കിൽ ലെനൈക്കയെക്കാളും ഷെയ്പ്ലിയേക്കാളും നമ്മൾ കേട്ടിട്ടുള്ള മറ്റ് സൂപ്പർ സ്ട്രക്ചറുകളെക്കാളും വലുതാണ്. എന്നാൽ ഇത് ശരിക്കും എക്കാലത്തെയും ഏറ്റവും വലിയ രൂപമാണോ, അതോ കണ്ടെത്താൻ ബാക്കിയുള്ളവ വേറെയുണ്ടോ? ശാസ്ത്രം മാറ്റി പറയുന്നതല്ല, പക്ഷേ നമ്മൾ കണ്ടെത്തുന്ന ഓരോ കണ്ടെത്തലും നമ്മുടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിന് അനുസരിച്ച് നമ്മൾ എലാബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഭൂമി മാത്രമാണ് ഗ്രഹം എന്നതിൽ നിന്നും സൗരയൂഥത്തിൽ ഒരുപാട് ഗ്രഹങ്ങളുണ്ട് എന്നും സൗരയൂഥം മാത്രമല്ല ഉള്ളത്, മറ്റ് നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഗ്രഹമുണ്ട് എന്ന് കണ്ടെത്തിയത് ശാസ്ത്രം മാറ്റി പറയുന്നത് കൊണ്ടല്ല. ഭൂമിയെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പരിമിതിയിൽ നിന്നും സോളാർ സിസ്റ്റത്തിനെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു ടെക്നോളജി നമുക്ക് കിട്ടി, അല്ലെങ്കിൽ അറിവ് കിട്ടി, നമ്മളത് മനസ്സിലാക്കി. അപ്പോൾ സോളാർ സിസ്റ്റത്തിന് പുറത്തേക്ക് പഠിക്കാൻ പറ്റി, നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു. തെറ്റ് എന്നുള്ളതല്ല, അപ്ഗ്രേഡ് ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ മനസ്സിലാക്കിയത് മിൽക്കി വേ ഗാലക്സി മാത്രമാണ് പ്രപഞ്ചത്തിലുള്ളത് എന്ന്. സോ അങ്ങനെയല്ല എന്ന് പിന്നീട് കണ്ടെത്താൻ നമുക്ക് ടൂൾസ് ഉണ്ടായിരുന്നു. ആ ടൂൾസ് ഉപയോഗിച്ച് ആ ഒരു തെറ്റിദ്ധാരണ നമ്മൾ മാറ്റി, അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്ന അറിവിനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തു. ഇങ്ങനെയാണ് സയൻസ് വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഇന്ന് പറയുന്ന കാര്യം നാളെ മാറ്റി പറയുന്നതല്ല. ഇന്ന് പറയുന്നതിനേക്കാൾ മികച്ച കാര്യം നാളെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. സോ സ്ഥലം വളരെ വലുതാണ്. നമ്മൾ പഠിച്ച മേഖലകളിലേക്ക് അപ്പുറത്തേക്ക് ഇത് വളർന്നു കിടപ്പുണ്ട്. ഇതിലും വലുതോ അല്ലെങ്കിൽ ഭാരമേറിയതോ ആയ ഘടനകൾ ഉണ്ടാകാൻ ഇനിയും സാധ്യതയുണ്ട്. നമ്മുടെ ടെലസ്കോപ്പുകൾക്ക് കൂടുതൽ ശേഷി ലഭിക്കുമ്പോൾ, നമ്മുടെ AI സാങ്കേതിക വിദ്യ വികാസം പ്രാപിക്കുമ്പോൾ, ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ വരുമ്പോൾ ക്യുപ്പോയെ ചെറുതാക്കുന്ന തരത്തിലുള്ള കൂടുതൽ വലിയ രൂപകൽപ്പനകൾ നമ്മൾ കണ്ടേക്കാം. പക്ഷേ ഇപ്പോൾ 200 ക്വാഡ്രില്യൺ സോളാർ മാസും 130 കോടി പ്രകാശവർഷം വ്യാസവുമുള്ള ക്യുപ്പോയാണ് ഏറ്റവും വലിയ കോസ്മിക് ഘടന. കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ അഥവാ ബിഗ് ബാങ്ങിന് ശേഷം പുറത്തു വന്ന പ്രകാശം ക്യുപ്പോയെ പോലെയുള്ള വലിയ സൂപ്പർ സ്ട്രക്ചറുകളിലൂടെ കടന്നു പോകുമ്പോൾ ഗുരുത്വാകർഷണം കാരണം അത് വലുതാവുകയോ വളയുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രതിഭാസത്തെ ഇൻ്റഗ്രേറ്റഡ് സാഷസ് വോൾഫ് എഫക്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഇത് CMB-യുടെ ചില ഭാഗങ്ങൾ ദ്രവ്യത്തിൻ്റെ വലിയ കൂട്ടങ്ങൾ ഇല്ലാതിരുന്നെങ്കിൽ കാണുന്നതിനേക്കാൾ അല്പം ചൂടോ തണുപ്പോ ഉള്ളതായിട്ട് കാണാൻ കാരണമാകുന്നുണ്ട്. അതിനാൽ തന്നെ CMB-യിലെ മാറ്റങ്ങൾ പഠിക്കുന്നതിലൂടെ പ്രപഞ്ചത്തിൽ ദ്രവ്യം വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ സിദ്ധാന്തങ്ങൾ ശരിയാണോ എന്ന് സ്ഥിരീകരിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ മാറ്റങ്ങൾ നോക്കുമ്പോൾ നമ്മൾ പ്രവചിക്കുന്നത് പോലെയാണെങ്കിൽ നമ്മൾ ശരിയായ വഴിയിലാണ് പോകുന്നത്. അവ ശരിയല്ലെങ്കിൽ പ്രപഞ്ചം എങ്ങനെ കാണപ്പെടുന്നു എന്ന് വിശദീകരിക്കാൻ പുതിയ ആശയങ്ങൾ നമ്മൾ കണ്ടെത്തണം. ഒരുപാട് കാലം കഴിഞ്ഞ് നമ്മൾ ആരും സങ്കല്പിക്കുന്നതിനും വളരെ ദൂരെ പ്രപഞ്ചം വളരെയധികം വികസിക്കുമ്പോൾ ഈ സൂപ്പർ സ്ട്രക്ചറുകൾ ഇപ്പോഴത്തെ പോലെ ഒരുമിച്ച് നിൽക്കില്ല. ഗാലക്സികൾ പരസ്പരം അകന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഗാലക്സിയിലുള്ള ജീവിക്ക് മറ്റ് ഗാലക്സികളെ ആകാശത്ത് എളുപ്പത്തിൽ കാണാനും കഴിയില്ല. അതിനാൽ തന്നെ സൂപ്പർ സ്ട്രക്ചറുകളെക്കുറിച്ചുള്ള പഠനം ഈ കോസ്മിക് വെബുകൾ വികസിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാകണം, ഇന്ന് തന്നെ. അത് പിടികൂടാനുള്ള ഒരു ശ്രമം കൂടിയാണ് നമ്മളിവിടെ നടത്തുന്നത്. നമ്മുടെ പ്രപഞ്ചം നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗാലക്സികളുടെ വലിയ കൂട്ടങ്ങളെ കണ്ടെത്താൻ കഴിയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞതിൽ സത്യത്തിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. താങ്ക് യു.